ഞാനൊരു ദ്രോഹം നാട്ടുകാരോടും നാടിനോടും ഞാൻ ചെയ്തില്ലല്ലോ. ഞാൻ മരിച്ചു പോവും അമ്മേ എന്ന് 34 വയസ്സുള്ള വിഷ്ണു കരഞ്ഞിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇവിടുത്തെ പൊതുപ്രവർത്തകന്മാർ മനസ്സിലാക്കിക്കോ. നാടിന് വേണ്ടി ഓടി നടന്നിട്ട്, നാട്ടുകാർക്ക് വേണ്ടി ഓടി നടന്നിട്ട്, പഞ്ചായത്ത് മെമ്പറായിട്ട്, MLA ആയിട്ട് പൊതുപ്രവർത്തകന്മാരുടെ 90% പൊതുപ്രവർത്തകന്മാരുടെ സമ്പാദ്യം ഇങ്ങനെ തന്നെയാണ്. ഒരു ജീവന് എത്രമാത്രം വിലയുണ്ടെന്ന് ഈ നാട് ഓർമ്മപ്പെടുത്തുകയാണ്. സമ്പന്നരും ദരിദ്രരും ഒരേ മനസ്സോടെ പേരൂർ വിഷ്ണു എന്ന ചെറുപ്പക്കാരൻ്റെ ജീവനു വേണ്ടി പ്രാർത്ഥനയോടെ ഒത്തുകൂടിയിരിക്കുകയാണ്. പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. മോളെ അയച്ച് അച്ഛന് സ്ട്രോക്ക് വന്ന് 2 സ്ട്രോക്ക് വന്ന് വീട്ടിലിരിക്കുകയാണ്. അപ്പം ഞാൻ പോയായിരുന്നു വീട് പുലർത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്കൊരു ഓപ്പറേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മോനിങ്ങനെ വയ്യാതായപ്പോൾ വീട്ടിൽ നിവൃത്തിയില്ലാതെ. ഇന്നലകളിൽ തങ്ങളുടെ ഒപ്പം ജനങ്ങൾക്കു വേണ്ടി, അവരുടെ ആവശ്യങ്ങൾക്കു വേണ്ടി ഓടി നടന്ന ആ ചെറുപ്പക്കാരൻ എറണാകുളം അമൃത ആശുപത്രിയുടെ 4 ചുവരുകൾക്കുള്ളിൽ ജീവന് വേണ്ടി കേഴുമ്പോഴും ആ പാവപ്പെട്ട വിഷ്ണുവിന് ഒരു പ്രതീക്ഷയുണ്ട്. പുറത്ത് എൻ്റെ സഹപ്രവർത്തകർ എന്നെ കരുതുവാനും താങ്ങുവാനും അക്ഷീണം പ്രയത്നിക്കുന്നുണ്ടു എന്ന്. ആ പ്രതീക്ഷയാണ് ഈ തടിച്ചുകൂടിയ ജനസമൂഹം. വിഷ്ണുവിൻ്റെ ഇരുണ്ട വീതികളിൽ ഒരു കൈത്തിരി വെട്ടമാകാൻ അവർ ഓരോരുത്തരും ശ്രമിക്കുകയാണ്. വിഷ്ണുവിന് വേണ്ടി ഞാൻ പാടാനാണ് റോഡിൽ ഓരോ വീടുകളിലും വരാൻ വേണ്ടി. എൻ്റെ കൂടെ ആർക്കൊക്കെ വരാൻ പറ്റും എന്ന് മാത്രം എനിക്കറിഞ്ഞാൽ. വള്ളികുന്നം പ്രദേശത്താണ് ഇപ്പോൾ ഉള്ളത്. വള്ളികുന്നത്ത് പേരൂർ വിഷ്ണു ഗുരുതരമായ കരൾ രോഗവുമായി ബന്ധപ്പെട്ട് ചികിത്സയിലാണ്. ഡോക്ടർമാർ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അടിയന്തരമായി നടത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിഷ്ണുവിനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് ഒന്നാകെ ഒരു കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് വിഷ്ണുവിൻ്റെ ചികിത്സാ സഹായം ലഭ്യമാക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും വിഷ്ണുവിനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എല്ലാവരും കൂടെ ഉണ്ടാകണം, സഹകരിക്കണം, സഹായിക്കണം വിനീതമായി അഭ്യർത്ഥിക്കുക. ഒരു കുടുംബം പുലർത്തുവാൻ വളരെ ബുദ്ധിമുട്ടുന്ന ആ ചെറുപ്പക്കാരൻ്റെ സമ്പാദ്യം കൊണ്ട് മാത്രം കുടുംബം കൊണ്ടിരുന്ന ഒരു വീടാണ് അത്. ആ വിഷ്ണുവിന് വേണ്ടി ഒരു നാടൊരുമിക്കുകയാണ്. കരൾ സംബന്ധമായ അസുഖത്താൽ അമൃത ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്ന വിഷ്ണുവിന് വേണ്ടിയിട്ട് ഈ നാട്ടിലെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന തുക അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി നമ്മളോടൊപ്പം പഴയതുപോലെ ഊർജ്ജസ്വലതനായി നമ്മളോടൊപ്പം തന്നെ കാണുവാൻ സാധിക്കട്ടെ. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. 50 ലക്ഷം രൂപ കണ്ടെത്താൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലത്തിൻ്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ എല്ലാം ഒന്നടങ്കം രംഗത്ത്. ഇപ്പോൾ ഇല്ല. കരൾ മാറ്റിവെക്കണമെങ്കിൽ തന്നെ 50 ലക്ഷം രൂപയോളം ചെലവ് വരും. പ്രിയപ്പെട്ട വിഷ്ണുവിൻ്റെ ജീവൻ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ നാട് ഒറ്റക്കെട്ടായി രംഗത്തേക്ക് വരുന്ന ചിത്രമാണ്. വാസ്തവത്തിൽ ഇന്ന് വിഷ്ണുവിൻ്റെ ചികിത്സാ സഹായ നിധി രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നിവിടെ വിളിച്ചു ചേർത്തിരിക്കുന്ന മീറ്റിങ്ങിൽ കേവലം ഒരു അറിയിപ്പിൻ്റെ പേരിൽ എല്ലാവരും ഓടിയെത്തുകയാണ്. നമുക്ക് ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്തൊരു നിലയിലാണ് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നത്. കാര്യം എല്ലാ കാര്യത്തിനും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു വിഷ്ണു പെട്ടെന്ന് ഈ ഒരു നിമിഷം ഇങ്ങനെ രോഗത്തിന് അഡിക്റ്റ് ആയെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. തന്റെ ആയുസ് മുഴുവൻ ഓർമ്മ വെച്ച കാലം മുതൽ നാടിനും സമൂഹത്തിനും വേണ്ടി മാറ്റിവെച്ച വിഷ്ണു ഇന്ന് കിടക്കുന്ന കിടപ്പാണ്. ഒരു ദ്രോഹം ഞാൻ ചെയ്തില്ലല്ലോ. ഞാൻ മരിച്ചു പോവും അമ്മായി. കണ്ടോ നിങ്ങളെ?
ഞാനൊരു ദ്രോഹം നാട്ടുകാരോടും നാടിനോടും ഞാൻ ചെയ്തില്ലല്ലോ. ഞാൻ മരിച്ചു പോവും അമ്മേ എന്ന് 34 വയസ്സുള്ള വിഷ്ണു കരഞ്ഞിട്ട്, നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇവിടുത്തെ പൊതുപ്രവർത്തകന്മാർ മനസ്സിലാക്കിക്കോ, നാടിന് വേണ്ടി ഓടി നടന്നിട്ട്, നാട്ടുകാർക്ക് വേണ്ടി ഓടി നടന്നിട്ട്, പഞ്ചായത്ത് മെമ്പറായിട്ട്, MLA ആയിട്ട്, പൊതുപ്രവർത്തകന്മാരുടെ 90% പൊതുപ്രവർത്തകന്മാരുടെ സമ്പാദ്യം ഇങ്ങനെ തന്നെയാണ്. അവനെ കുറ്റം പറയാനാണ്, അവനെ തന്തയ്ക്ക് വിളിക്കാനാണ്, അവൻ പഞ്ചായത്ത് മെമ്പറായാൽ അവന്റെ സേവനം കിട്ടിയില്ല എന്ന് പറയാനാണ്, അവൻ രാഷ്ട്രീയത്തിന് വേണ്ടി ഓടി നടന്നു, അവൻ അതിനു വേണ്ടി മാറ്റിവെച്ചത് കളിയാക്കാനാണ്. വീട്ടിലേക്ക് പോകുമ്പോ ഭാര്യയുടെ അടുത്ത് നിന്ന്, കുടുംബത്തിന്റെ അടുത്ത് നിന്ന് മോശം കേൾക്കേണ്ട, നെഗറ്റീവ് കേൾക്കേണ്ട ഒരു വർഗമായി പൊതുപ്രവർത്തകൻ മാറിയപ്പോ വിഷ്ണു നമ്മുടെ മുമ്പിൽ ചോദിച്ചില്ല. അവൻ എന്തെങ്കിലും നാളെ സംഭവിച്ചു പോയാൽ, ഒരു വേദന നമ്മൾ കേട്ടാൽ, വിഷ്ണു പോയി എന്ന വാർത്ത പറഞ്ഞാൽ, അവന്റെ സങ്കടം കേട്ടപ്പോ, അവന് വേണ്ടി യോഗത്തിൽ പങ്കെടുത്തപ്പോ എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ അവന് വേണ്ടി ഒരു നാടും ജനങ്ങളും ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവന്റെ ജീവൻ രക്ഷിക്കാൻ ഞങ്ങൾ അവസാനം വരെ പോരാടി എന്നുള്ള ഒരു ആത്മസംതൃപ്തിയെങ്കിലും നമുക്കുണ്ടാവും. അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ, അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ. നമുക്ക് വേണ്ടത് 50 ലക്ഷം രൂപയാണ്. ഈ വീഡിയോ കാണുന്ന ഓരോ ഹൃദയ സമ്പന്നരും ഇത് പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിലും ഗ്രൂപ്പുകൾക്കിടയിലും ഷെയർ ചെയ്ത് വിഷ്ണുവിൻ്റെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവൻ്റെ ജീവൻ തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ കുടുംബത്തിനൊപ്പം നമുക്കും അണിചേരാം.